പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലും സ്നേഹത്താലും കരുതലിനാലും നിറഞ്ഞ നമ്മുടെ കൊച്ചു അംഗൻവാടിയിൽ ഇന്ന് പ്രവേശനോത്സവം അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ആഘോഷമായി മാറി. പുതുതായി വന്ന കുരുന്നുകളെ വരവേൽക്കാനും നിലവിലുള്ള കുട്ടികൾക്ക് പുതിയ അധ്യയന വർഷത്തിലേക്ക് ഊർജം പകരാനും നാടും നാട്ടുകാരും രക്ഷിതാക്കളും ഒന്നടങ്കം ഇവിടെ അണിനിരന്നു. ഈ ചടങ്ങിൽ വാർഡ് കൗൺസിലർ പങ്കെടുത്തതും കുരുന്നുകൾക്ക് സ്നേഹത്തോടെ സ്നേഹ സമ്മാനങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തതും ചടങ്ങിന് മാറ്റുകൂട്ടി. എന്നാൽ ഏവരെയും ഏറെ ആവേശത്തിലാഴ്ത്തിയ ഒരു പ്രഖ്യാപനമായിരുന്നു കൗൺസിലറുടെ വാക്കുകളിൽ ഉണ്ടായത്. അതെ, പരിമിതമായ ഈ സൗകര്യങ്ങളിൽ നിന്ന് അല്പം മാറി കൂടുതൽ സൗകര്യങ്ങളോടെ പുതിയൊരു അംഗനവാടി കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ആദ്യ ചവിട്ടുപടികളിലേക്കുള്ള സന്തോഷം അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് ആ ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു യഥാർത്ഥത്തിൽ കൗൺസിലർ പങ്കുവച്ചത്. ഹർഷാരവത്തോടെയാണ് നാട്ടുകാർ ഇത് വരവേറ്റത്. നമ്മുടെ കുരുന്നുകളുടെ വളർച്ചയ്ക്കായി കൈകോർക്കുന്ന ഓരോരുത്തരുടെയും പിന്തുണയാണ് ഈ വിജയത്തിന് പിന്നിൽ. നമ്മുടെ എന്റെയും ആദ്യത്തെ പ്രവേശനോത്സവമാണ് അംഗനവാടിയിൽ വന്നിട്ട്. കൗൺസിലറുടെ ആദ്യത്തെയാണ്, ഹെൽപ്പറും അതേ ആദ്യത്തെയാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടെ ഇതുപോലെ ചെയ്ത് തീർക്കാൻ സാധിച്ചു. ഇതിന് നമ്മുടെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ കൗൺസിലറെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 11ാം വാർഡില് നമുക്കൊരു ബാലവാടിക്കുള്ളൊരു കെട്ടിടമില്ല. എന്തായാലും ഞാനതിന് ഒരു 3 സെൻറ്റ് സ്ഥലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഏകദേശം അത് ശരിയായ വഴിക്കാണ്. ബാക്കിയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ അതിൻ്റെ തിങ്കളാഴ്ച ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്. ആ ബാലവാടി സ്ഥലത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൗൺസിൽ യോഗത്തിൽ തീരുമാനം എടുക്കും. കുട്ടികളെ നമ്മളിപ്പോൾ പ്രാർത്ഥനയിൽ അവൾ പാടിയിലൊരു കാര്യം കേൾക്കേണ്ടത് എന്താ വെച്ചാൽ മനസ്സ് നന്നാകട്ടെ എന്ന് പറയുന്നത്. അത് വീണ്ടും വീണ്ടും പറയണത് കുട്ടികളെ മനസ്സും രക്ഷിതാക്കളുടെ മനസ്സും അതുപോലെ ടീച്ചേഴ്സിൻ്റെ മനസ്സും നന്നാകുമ്പോഴാണ് നാളെ എല്ലാം ക്ലിയർ ആകുന്നത്.